പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അവർക്കൊരു കുഴപ്പമില്ല അമ്മേ, വെറുതെ കരഞ്ഞു വിളിച്ചിട്ട് വല്ലതും വരുത്തി വെക്കല്ലേ. പ്രിയ ഫോണിൽ പിടിമുറുക്കി. അവളെ നോക്കിക്കൊണ്ട് മാളവും മോളും ഇരിപ്പുണ്ട്. കുഞ്ഞിന് ചെറിയൊരു പനിയുണ്ട്, അത്രമാത്രം ഭയന്ന് വരച്ച് പോയതല്ലേ. സ്റ്റേഷനിൽ നിന്നിറങ്ങി അവർ ആദ്യം സഞ്ജുവും വീട്ടിലേക്ക് കൂട്ടി. സഞ്ജുവിന്റെ വീട്ടിൽ കുറേയേറെ ആളുകളുകൊണ്ട് തന്നെ ആദിയുടെ വീട്ടിലാണ്. കാര്യങ്ങളെല്ലാം ആദ്യ അപ്പോൾ പ്രിയയെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. പത്മയെ അമ്മയെ അറിയിക്കേണ്ടെന്നും അവരറിയുമ്പോൾ അറിയട്ടെ എന്നും ആദ്യം പറഞ്ഞുകൊണ്ട് പ്രിയ അവരെ വിളിച്ച് പറഞ്ഞതുമില്ല. വന്നയുടനെ പ്രിയ കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് ആദ്യം ഷമീറും കൂടി പുറത്തേക്ക് പോയതാണ്. സഞ്ജുവിനെ രണ്ടുപേരും കൂടി വഴക്ക് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിച്ചു വിട്ടു. ആദർശിനെ കൂടി പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരേണ്ടതുണ്ട്. മാളുവിന്റെയും മോളുടെയും ഭയം പൂർണ്ണമായും വിട്ടുപോയിട്ടില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെ സംഭവത്തിന് സാക്ഷിയായതിന്റെ നടുക്കം അത് അവരുടെ കണ്ണുകളിൽ നീലിച്ച് കിടന്നിട്ടും കണ്ണടക്കാൻ കൂടി കഴിയാതെ പ്രിയ അവർക്ക് കൂട്ടിയിരിക്കുകയാണ്. ഓർക്കുമ്പോൾ അവൾക്ക് തന്നെ വിറയിലൊതുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ അത് നേരിട്ട് അനുഭവിച്ച് അവരെ എന്തു പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുമെന്ന് അവൾക്കും അറിയില്ല. ഇട്ടുമാറാൻ മാളുവിന് പ്രിയയുടെ ഒരു ഡ്രസ്സ് കൊടുത്തു. മോൾക്കുള്ള സഞ്ജു ആ തിരക്കിനിടയിലും പോയെടുത്ത് കൊണ്ടുവന്നു. തിരികെ പെട്ടെന്നൊന്നും അവർക്ക് ആ ഫ്ലാറ്റിലേക്ക് മാറാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പോലീസ് അവിടെ സീൽ ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാം അറിയുന്ന സഞ്ജുവിന്റെ വീട്ടുകാരും ആ തിരക്കിനിടയിൽ അവർക്കരികിലേക്ക് ഓടി വന്നിരുന്നു. ഒന്നും പേടിക്കണ്ട, അവന്റെ പിടിയിൽ നിന്നും പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടു പോരാൻ ദൈവം തന്നൊരവസരമാണെന്ന് കരുതി ആശ്വസിക്കുക. നളിനി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മാളു പക്ഷെ ആരോടും മിണ്ടുന്നില്ല. ബാലൻ മാഷും മാധവൻ മാഷുമെല്ലാം അവളോട് വളരെ കാര്യമായി തന്നെ സംസാരിച്ചു. അതിനിടയിൽ വൈകിയാണെങ്കിലും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് സുജയും പത്മയും വിളിച്ചു. ആർക്കും ഒരു കുഴപ്പമില്ലെന്ന് പ്രിയ ആവതും പറഞ്ഞിട്ടും ആ അമ്മ മനസ്സിലെ ആകുലതകൾ ഒതുങ്ങുന്നില്ല. മാളുവിനോട് സംസാരിക്കാൻ ഫോൺ കൊടുത്തുവെങ്കിലും സുജ ചോദിച്ചതിനാൽ അവൾ മൂളുക മാത്രമാണ് ചെയ്യുന്നത്. അയാള് മരിച്ചിട്ടുണ്ടാവോ പ്രിയേ? സുജ ഫോൺ കയ്യിലേക്ക് നൽകിയതും പത്മ ആദ്യം പ്രിയയോട് ചോദിച്ചത് അതായിരുന്നു. ഇല്ലേച്ചി, ചത്തിട്ടില്ല. പക്ഷേ ചത്തുപോലെന്ന് ആദ്യമായിട്ടും പറഞ്ഞു. അല്ലെങ്കിലും അവൻ അത്ര പെട്ടെന്നൊന്നും ചാവരുത്, എന്തെല്ലാം അനുഭവിക്കാൻ ബാക്കിയുണ്ട്. ഇതറിഞ്ഞ മുതൽ ഞാൻ പ്രാർത്ഥിച്ച മുഴുവൻ അതാണ് ചേച്ചി. മരണം ഇവന് രക്ഷപ്പെടലാണെന്നും പിന്നെ ഇവനെ പോലെ നാറികാരനും പാവ ആദർശേട്ടൻ ഇനിയും വേദനിക്കാൻ പാടില്ല. പ്രിയക്ക് ഇതപ്പോടെ പറഞ്ഞു നിർത്തി. ആദർശ് അയാളെങ്ങനെ അവിടെ എത്തി? അതാണ് എനിക്ക് എത്രയോ ഓർത്തിട്ടും മനസ്സിലാവാത്തത്. പത്മ പറഞ്ഞു കേട്ടതും പ്രിയ ഒന്ന് ചിരിച്ചു. ആത്മാർത്ഥ സ്നേഹം തോൽക്കില്ല ചേച്ചി. അനൂപിനെ കൊല്ലാനും തല്ലാനും ഈ ലോകത്ത് ആർക്കെങ്കിലും അധികാര അവകാശം ഉണ്ടെങ്കിൽ അത് ആദർശേട്ടന് മാത്രമാണ്. പ്രിയ ആവേശത്തിൽ പറഞ്ഞതും പത്മയുടെ നെറ്റി ഒളിഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞ്? പത്മയുടെ ഉള്ളിലെ സംശയങ്ങൾ പ്രിയക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എല്ലാം മറന്നേക്ക് വിളിച്ചത് വരും ചേച്ചി. അന്ന് ഈ ആദർശേട്ടന് ഒരു കഥ പറഞ്ഞു തരാനുണ്ട്. വേദനിപ്പിക്കുന്ന ആ കഥ ആദർശേട്ടൻ തന്നെ ചേച്ചിയോട് പറയണം. അതാണ് അതിന്റെ ഭംഗി. അതുകൊണ്ട് തൽക്കാലം എന്നോടൊന്നും ചോദിക്കരുത്. പ്രിയ കൈയൊഴിഞ്ഞതും വീണ്ടും തീരാത്ത നിരവധി സംശയങ്ങൾ പത്മ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്തി. പത്മയും ആളുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അപ്പോഴും മിണ്ടാൻ സാധിച്ചില്ല. ഉള്ളാകെ കലങ്ങിമറിഞ്ഞു കിടക്കുന്നവളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കാതെ പത്മയും പിന്നെ അധികം ശ്രമിച്ചില്ല. കല്യാണത്തിന് വരുന്നുണ്ടോ നിങ്ങൾ? പ്രിയ ചോദിച്ചു. നോക്കട്ടെ, ഉറപ്പില്ല. ഡോക്ടർ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ ഒരു... പത്മ മടിയോടെ പറഞ്ഞു. അതുണ്ടാവും ചേച്ചി, കുറേ ആയില്ല പുറത്തിറങ്ങിയ മനുഷ്യരെയൊക്കെ കണ്ടിട്ട്. പക്ഷെ അതിങ്ങനെ മാറിയുന്നതുകൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയില്ലല്ലോ. അഭിമുഖീകരിക്കുക എന്നാണ് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള എളുപ്പവഴി. പ്രിയ അവളെ ധൈര്യപ്പെടുത്തി. കല്യാണത്തിന് വരണമെന്ന് സഞ്ജു അന്ന് ചെന്നപ്പോൾ അവരോട് നിർബന്ധിച്ച് പറഞ്ഞിരുന്നു. ഡോക്ടർ വീട്ടിൽ നിന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചവളെ സഞ്ജു ഡോക്ടർ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി സമ്മതം വാങ്ങിച്ചെടുത്തുകൊണ്ടാണ് തോൽപ്പിച്ചത്. അവൾക്ക് പിന്നെ ഒഴിഞ്ഞു മാറാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും വരണം ചേച്ചി, എത്ര നാളെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട്? പ്രിയ ആഗ്രഹത്തോടെ പറയുമ്പോൾ വലിയൊരു ഉറപ്പൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും വരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് പത്മ ഫോൺ കട്ട് ചെയ്ത് പോയി. അയാളൊന്ന് ശ്രദ്ധിച്ചേ കേട്ടോ, ആള് വല്ലാത്തൊരു അസ്വസ്ഥയില്ല. ആദർശിനെ കൂടി ഷമീർ പുറത്തേക്ക് ഇറങ്ങിയതും സർക്കിൾ ഇൻസ്പെക്ടർ ആദിയോടായി പറഞ്ഞു. താങ്ക്സ് സർ, ഇനി അവന്റെ കാര്യത്തോണ്ട് ആശങ്ക വേണ്ട. ഞങ്ങൾക്കൊപ്പല്ലേ അവൻ, ഞങ്ങൾ നോക്കിക്കോളാം. ആദി ചിരിയോടെ അയാൾക്ക് നേരെ കൈനീട്ടി. ആത്മാർത്ഥമായി അയാൾ ശ്രമിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്രയും വേഗത്തിൽ തീരുമാനമായി കിട്ടിയെന്ന് അവൻ അറിയാം. അതിന്റെ നന്ദിയുണ്ട് അവന്റെ മുഖം നിറയെ. ആദി പുറത്തേക്ക് ചെല്ലുമ്പോൾ ഷമീറും ആദർശും കാറിനരികിലുണ്ട്. പോവില്ലേ? ആദി അവർക്കരികിലേക്ക് ചെന്നു. പരസ്പരം നോക്കിയിട്ട് രണ്ടുപേരും കാറിൽ കയറാൻ തുടങ്ങി. ആദി ഡ്രൈവിംഗ് സീറ്റിലേക്കും. പക്ഷേ വണ്ടി മുന്നോട്ടെടുക്കും മുന്നേ അവർക്ക് മുന്നിലേക്ക് ഒരു കാർ കൊണ്ടുവന്ന് നിർത്തി. ആദി പിന്നിലിരിക്കുന്ന ആദർശിനെയും ഷമീറിനെയും തിരിഞ്ഞു നോക്കി. അച്ഛൻ. ആ കാർ കണ്ടതും ആദർശ് കടുപ്പത്തിൽ പതിയെ പറഞ്ഞു. നിന്റെ അച്ഛനാണോടാ? ആദർശിന്റെ ചുമലിലും തൊട്ടുകൊണ്ട് ഷമീർ ചോദിച്ചു. മുന്നിലുള്ള കാറിന്റെ നേരെ തുറിച്ചു നോക്കിക്കൊണ്ട് തന്നെ അവൻ തലകുലുക്കി. എല്ലാം അറിഞ്ഞിട്ട് വന്നതാവും. അവർക്ക് നേരെ നോക്കി ആദി പറഞ്ഞു. അതുറപ്പല്ലേ? പുച്ഛത്തോടാവും പറഞ്ഞുകൊണ്ട് ആദർശ് ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആദിയുടെ നമ്പറിൽ വിളിക്കുമ്പോൾ ചെയ്യുന്നതിന്റെ ഔചിത്യക്കുറവ് ജോണിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദേവന്റെ കാര്യത്തിൽ ആദി വിളിക്കാതെ അയാൾക്ക് മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ സങ്കീർണമാവുകയാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയല്ലെന്ന് ദേവൻ പറയുന്നുണ്ടായില്ല.
അതങ്ങനെയല്ലെന്ന് തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ വേണം. ഇനിയൊരടി മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തത്രയും വിദഗ്ധമായിട്ടാണ് അയാളുടെ പേഴ്സണൽ മാനേജർ ദേവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ദേവനെ തറപ്പറ്റിക്കാനും അയാളുടെ സമ്പാദ്യം സ്വന്തമാക്കാനും വളരെ മുന്നേ തന്നെ അവൻ ചരടുവലകൾ നടത്തിയെന്നുള്ളത് വ്യക്തം. ആദ്യം വന്നാൽ അവനെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ദേവൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ജോണിനും അങ്ങനെ ഒരു ചിന്തയില്ലാതില്ല. പക്ഷെ 1-2 പ്രാവശ്യം ശ്രമിച്ചിട്ടും ആ ഫോൺ ബെല്ലടിച്ച് നിന്നുവെന്നല്ലാതെ ആദ്യം ആ കോൾ എടുത്തില്ല. അവസാന പ്രതീക്ഷയും മങ്ങിയ പോലെ ജോൺ അരികിലിരിക്കുന്ന വക്കീലിനെ നോക്കി. ദേവന്റെ വീട്ടിലെ അഡ്രസ്സ് അറിയോ എനിക്ക്? ഒട്ടും പ്രതീക്ഷിക്കാതെ വക്കീലിന്റെ ചോദ്യം. ഉണ്ടെന്ന് ജോൺ പറയുമ്പോഴും അതെന്തിനാണെന്നൊരു ചോദ്യം അയാളുടെ മുഖനിറയിൽ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. മനുഷ്യനെ ഇത്രയും നാണം കെടുത്തിട്ട് നീ നിന്ന് ചലക്കുന്നോളാ, അതോ അച്ഛനോട് ആടിയാച്ചാ ആടിച്ചോദിക്കാൻ അവന്റെ അഹങ്കാരം തീർത്തു കൊടുക്ക്. തനിക്ക് നേരെ വിരൽ ചൂണ്ടി അച്ഛനെ എരികേറ്റുന്ന ഏട്ടനെ ആദർശ നിസ്സംഗതയോടെ നോക്കി. മര്യാദക്ക് നിന്നോട് അച്ഛൻ പറഞ്ഞല്ലേടാ, അച്ഛൻ കാണിച്ചിരുന്ന പെണ്ണിനെ കേട്ട് അച്ഛൻ പറയുന്നു കേട്ട് ഏടാ മതിയടാ ചേട്ടാ. ചെവിയിൽ വിരലിട്ട് തിരിച്ചുകൊണ്ട് ആദ്യം വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആദർശിന്റെ അരിയിലേക്ക് നീങ്ങി നിന്നു. അച്ഛൻ പറയാനുള്ള അച്ഛൻ പറഞ്ഞോളൂ, ചേട്ടൻ കഷ്ടപ്പെട്ട് പറയിപ്പിക്കാൻ ശ്രമിക്കണ്ട. പിന്നെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഈ ചീപ്പ് പരിപാടി നമ്മൾ ആണുങ്ങൾക്ക് ചേർന്നല്ലേ ചേട്ടാ. അതുകൊണ്ട് ചേട്ടൻ ഒരു പൊടിക്ക് അടങ്ങുന്നല്ലേ നല്ലേ ചേട്ടാ. പുച്ഛത്തോട് ആദ്യം ആദർശിന്റെ ഏട്ടൻ സുധീഷിനോടായി പറഞ്ഞു. അച്ഛനൊപ്പം നിന്ന് എരികേറ്റി ഇവനെ നീ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പറ്റിച്ചും വെട്ടിച്ചും നേടാനുള്ളൊക്കെ നീ നിന്റെ ഭാര്യയും കൈക്കലാക്കി കഴിഞ്ഞില്ലേടാ ഏട്ടാ. ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഏട്ടാ ഇന്നാറിയ പരിപാടി. ആദർശിന്റെ ഏട്ടനെ തോളിൽ പിടിച്ചതും ചെറുതായി തള്ളിക്കൊണ്ട് ആദ്യം പറയുമ്പോൾ ദേഷ്യം കൊണ്ട് വെറുപ്പ് കൊണ്ട് ആദിയുടെ പല്ലുകൾ ഞെരിയുന്നുണ്ടായിരുന്നു. കാരണം കുറച്ചു നേരമായി അച്ഛനെ മറയാക്കി സുധീഷിന്റെ പ്രകടനം അവരും കണ്ടിരിപ്പാണ്. നാണം കെടുത്തിയെന്നും കുടുംബത്തിന്റെ അന്തസ്സ് കളഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആദർശിന് നേരെ കുരച്ചയാടുമ്പോൾ അവനെ ആ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തിയ കാര്യം തന്നെ അച്ഛനും മകനും മറന്നുപോലെയായിരുന്നു. പ്രത്യക്ഷത്തിൽ അച്ഛനൊന്നും മിണ്ടുന്നില്ല. പക്ഷെ അച്ഛനെ കൊണ്ട് ആദർശിനെ 4 കൊടുപ്പിച്ചിട്ടേ പോകുന്നൊരു വാശിയോടെയാണ് അവന്റെ ഏട്ടൻ വന്നെന്ന് തോന്നിപ്പോവും. അതുപോലെയുള്ള പ്രകടനം. ആദർശ് അവരോടൊന്നും മിണ്ടിയില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാവുന്ന പോലെയുള്ള അവന്റെ ആ മൗനം അതും അവർക്കൊരു ഹരമായിരുന്നു. അതുപോലെ നീയാറടാ. വലിയ വീര്യമൊന്നുമില്ലായിരുന്നു സുധീഷ് ആദിയോട് ചോദിക്കുമ്പോൾ. കാരണം അത്രമേൽ തീക്ഷ്ണം നിറഞ്ഞ അവന്റെ നോട്ടം തന്നെ. ഞങ്ങൾ ആരോ ആയിക്കോട്ടെ, അത് തൽക്കാലം നിങ്ങളെ ബോധിപ്പിക്കാൻ സൗകര്യമില്ല. പക്ഷേ നിങ്ങളാരും നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്നും ഒറ്റ കാഴ്ചയിലെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ചേട്ടൻ അത് വിട്. ഷമീർ കൂടി ആദർശിനൊപ്പം ചേർന്ന് നിന്നു. കണ്ടോ അച്ഛാ, കണ്ണീ കണ്ട അലവലാദികളെ മുഴുവൻ കൂട്ടിപ്പിടിച്ചിട്ട് ആ അച്ഛനെ വെല്ലുവിളിക്കുക. ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. എനിക്കറിയാം അച്ഛന് പൊറുക്കാൻ പറ്റില്ലെന്ന്. തല്ലിയവന്റെ മുട്ടുകാർ ഒടിക്കച്ചാ, ആരും ചോദിക്കാൻ പറ്റില്ല. ഏട്ടൻ വീണ്ടും തകർക്കുകയാണ്. ആദർശിന് ഇപ്പോഴും വലിയ ഭാവമാറ്റങ്ങളൊന്നുമില്ല. അതേ നിൽപ്പും നോട്ടവും. അച്ഛനേക്കാൾ ആരോഗ്യം നിനക്കാണല്ലോ ഏട്ടാ. ധൈര്യത്തിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ തൊട്ടേനും പിടിച്ചതിനൊന്നും വേണ്ട. എല്ലാത്തിനും അടിക്കച്ച ഇടിക്കച്ച എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ലല്ലോ. ആദി കളിയാക്കലോടെ പറഞ്ഞു കേട്ടതും സുധീഷിന്റെ മുഖം വലിഞ്ഞു മുറുകി. അച്ഛൻ ആദർശിനെ തന്നെ നോക്കി നിൽപ്പാണ്. അച്ഛനല്ല, നല്ല വില്ലൻ ഏട്ടൻ തന്നെയാണെന്ന് ആദിക്കും ഷമീറിന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ആദർശവും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയും ഈ ഏട്ടന്റെ സംഭാവനകളായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത വിധം ഏട്ടന്റെ ഭാവം, പ്രകടനം. അപ്പോഴേ ചേട്ടാ, അച്ഛൻ തല്ലിയാലും ഏത് പരട്ട ഏട്ടൻ തല്ലിയാലും ആദർശിന് ചോദിക്കാനും പറയാനും ആരുമില്ലാന്നൊരു കാര്യം ഈ ചേട്ടൻ അല്പം മുന്നേ പറഞ്ഞു കേട്ടായിരുന്നു. ധൈര്യം ഒരല്പം ബാക്കിയുണ്ടെങ്കിൽ തല്ലണ്ട, ജസ്റ്റ് അവനെ ഒന്ന് തൊട്ട് നോക്ക്, പിന്നെ 2 കാലിൽ വീട്ടിൽ പോവില്ല. ആദർശിനോട് ചേർന്ന് നിന്നിട്ട് ആദ്യം വെല്ലുവിളി പോലെ പറഞ്ഞതും ഏട്ടന്റെ മുഖമൊന്ന് വിളറി. അച്ഛൻ അപ്പോഴും അനങ്ങാതെ നിൽപ്പുണ്ട്. ആദർശിന് ആരുമില്ലെന്നുള്ളതാണ് ചേട്ടന്റെ ധൈര്യമെങ്കിൽ നിങ്ങളെപ്പോഴുള്ള ബന്ധം അവനിനി വേണ്ടെന്ന് തന്നെയാ ഞങ്ങളുടെ തീരുമാനം. ഷമീർ പറഞ്ഞു കേട്ടതും അയാളുടെ ചുണ്ടൊന്ന് കോടിപ്പോയി. നിന്റെ കൂടി തീരുമാനമാണോ ഇത്? പുച്ഛത്തോടെ അയാൾ ആദർശിനെ നോക്കി. അതെ, അതുവരെയും മിണ്ടാൻ നിന്നവൻ ഏട്ടന്റെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു. ഒരാപത്തിൽ കൂടെ നിന്നില്ല എന്നുള്ള പോട്ടെ, കഷ്ടിച്ചതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോ അച്ഛനെയും കൂട്ടുപിടിച്ചിട്ട് നിങ്ങളിവിടെ നടത്തിയ ഈ നാടകം അച്ഛന്റെ മനസ്സിൽ എന്നോടൊപ്പം സ്നേഹം തോന്നിയുള്ള തെറ്റിദ്ധാരണയാണെന്നും ആ സ്നേഹം വലുതായി അച്ഛൻ സ്വത്തിൽ നിന്ന് എനിക്കായി വല്ലതും മാറ്റിവെക്കുന്നുള്ള ഭയമാണെന്നും മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുക ഏട്ടാ. കാരണം എന്റെ ഏട്ടൻ ഈ നാറികളി തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ. ആദർശ് ഉറപ്പോടെ പറഞ്ഞു കേട്ടതും കടലാസ് പോലെ അവന്റെ ഏട്ടന്റെ മുഖം വിളറി വെളുത്തു പോയിരുന്നു. പക്ഷേ എനിക്കൊരു ചില്ലിക്കാശ് പോലും വേണ്ട. അതോർത്തുകൊണ്ട് ഏട്ടന് ഇനി ഇതുപോലത്തെ വില കുറഞ്ഞ നാടൻ കളിക്കാൻ അച്ഛനെ കൂട്ടി കഷ്ടപ്പെട്ട് എന്നെ തേടി വരികയും വേണ്ട. ആദർശ് പറഞ്ഞു. ആദ്യം ഷമീറിന് ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്റെ ഔദാര്യ ഏട്ടൻ എന്നോട് ചെയ്തു കൂട്ടി അനീതിക്കെതിരെ എന്റെ പ്രതിഷേധമായി വിട്ടുതരുന്നു. വേണമെങ്കിൽ എനിക്ക് എന്റെ അച്ഛൻ തരുന്ന ഓഹരി വേണമെന്ന് ഞാൻ വിചാരിച്ചാ എനിക്കത് നേടിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷെ എനിക്കത് വേണ്ട. അമ്മ പോയ പിന്നെ ഞാൻ ഏറെ കൊതിക്കുന്നൊരു സ്നേഹം ഉണ്ടായിരുന്നു. ഏട്ടന് ഏടത്തിയുണ്ടായിരുന്നു. എനിക്ക് അച്ഛൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നൊന്നും കിട്ടാതെ പോയ സ്നേഹം, പരിഗണന, അതിനേക്കാൾ വലുതല്ല എനിക്ക് കിട്ടുന്ന ഓഹരി.
അതുകൂടി ഏട്ടനെടുത്തോളൂ. കാരണം നഷ്ടം വന്നതിനോളം വലിപ്പൊന്നും ഞാനതിന് കാണുന്നില്ല. ആദർശി ചിരിയോടെയാണ് പറയുന്നത്. പക്ഷെ അവന്റെ ആ വിങ്ങുന്ന മനസ്സ് മനസ്സിലായതുപോലെ ആദ്യം അവന്റെ തോളിൽ കൂടി കൈയിട്ട് പിടിച്ചു. ഇവരെ കണ്ടോ? ബന്ധം കൊണ്ടല്ല, കർമ്മം കൊണ്ട് ആദർശിന്റെ സ്വന്തക്കാരാ. ഏട്ടനായും കൂട്ടുകാരനായും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഇവരെന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. തൽക്കാലം എനിക്കത് മതി. ആദ്യം ഷമീറിനെയും നോക്കി നേർത്തൊരു ചിരിയോട് ആദർശ് പറഞ്ഞു നിർത്തുമ്പോൾ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ ആദർശിന്റെ ഏട്ടൻ തീർത്തും ചൂളി ചുരുങ്ങിപ്പോയിരുന്നു അനിയന് മുമ്പിൽ. അവന്റെ അച്ഛൻ അപ്പോഴും നിശബ്ദനായിരുന്നു. എപ്പോഴേലും മൂത്ത മകനൊരു ബാധയാവുന്നുണ്ടെന്ന് അവൻ പറയും മുന്നേ മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഞാനുണ്ടാവും. ഒരു മകന്റെ കടമ ഞാൻ ചെയ്യും. തിരികെ കാറിലേക്ക് കയറും മുന്നേ അച്ഛനെ ഓർമ്മിപ്പിക്കാൻ ആദർശം മറന്നിരുന്നില്ല. കല്യാണമേളമാണ്, പാട്ടും ബഹളവുമാണ്, ചിരിയും സംസാരങ്ങളും നിറഞ്ഞു നിൽപ്പുണ്ട്. നാട്ടിൻ പുറത്തിന്റെ നന്മ നിറഞ്ഞ സഹകരണം. ഓഡിറ്റോറിയം ഒഴിവാക്കാൻ ഒരുമിച്ച് കൂടാൻ അവരെടുത്ത തീരുമാനം എന്തുകൊണ്ടും മികച്ചതാണെന്ന് സാക്ഷി പറയുന്ന നിരവധി മുഹൂർത്തങ്ങൾ. തിരിച്ചങ്ങോട്ട് ആദ്യം ഷമീർ ആദർശിനെയും കൊണ്ടുവന്നത് അവന് ഹോസ്പിറ്റൽ കയറി അനൂപിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് ചെന്നാൽ ഇനിയും തീരാത്ത അവന്റെ ദേഷ്യവും വെറുപ്പും ഇനിയൊരിക്കൽ കൂടി അനൂപ് നേരിടേണ്ടി വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ അവരതിന് മുതിർന്നില്ല. ഇപ്പോഴും അപകടനില കാര്യമായി തരണം ചെയ്തിട്ടില്ലാത്ത അനൂപ് ഇനിയൊരു ആക്രമണം കൂടി അതിജീവിക്കില്ല. വളരെ ബുദ്ധിമുട്ടി ആദർശിനെ പുറത്തു കൊണ്ടുവന്ന് ഇല്ലാതാക്കി കളയാൻ അവരും ഒരുക്കമല്ലായിരുന്നു. അവിടെ കൂടിയവർക്കൊന്നും ആദർശിനെയും ഷമീറിനെയും പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ലെന്നുള്ളത് ആദിക്കും സഞ്ജുവിന് ഉറപ്പുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ അവരിലേക്ക് ഇറങ്ങി കൂടുതൽ തിരക്കിലേക്ക് മാറിയതും കഴിഞ്ഞു പോയതല്ല ഒരു ദുസ്വപ്നമാണെന്ന് ഷമീറും ആദർശം സ്വയം പറഞ്ഞുകൊണ്ട് ആശ്വസിച്ചപ്പോഴും മാളുവിന്റെയും മോളുടെയും കാര്യമായിരുന്നു കഷ്ടം. അവരിലെ ഭയം വിട്ടുപോയിട്ടില്ല. രാത്രിയിൽ വീണ്ടും ദുവാമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ടി വന്നു. ഏതായാലും സഞ്ജുവിന് വേണ്ടി ഇത്രയും ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഷമീറും മാളും കൂടി ഒന്നിക്കട്ടെ. അർദ്ധരാത്രി എപ്പോഴോ തിരക്കൊഴിഞ്ഞ് എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ആദ്യമായിരുന്നു അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ്. പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ലാത്ത ഷമീർ മാളുവിനെ നോക്കി. അവൾ പക്ഷേ പ്രിയയുടെ മറവിലേക്ക് കൂടുതൽ ചുരുങ്ങിപ്പോവുകയാണ് ചെയ്തത്. കൂടുതൽ നിർബന്ധിച്ചു പറയാൻ അവളുടെ അവസ്ഥയിൽ ആർക്കും തോന്നിയതുമില്ല. കുളിച്ചു വരുമ്പോൾ പ്രിയ എന്തോ ഓർത്തുകൊണ്ട് കിടക്കയിലിരിപ്പുണ്ട്. ആദ്യം ഇറങ്ങി വന്നെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. അവൻ കൈകളുടെ തോർത്ത് മേശയിലേക്ക് ഇട്ടുകൊണ്ട് ഒരു കുതിപ്പിന് അവളെ ഇറുകെ പുണർന്നു. പ്രിയ ഞെട്ടിക്കൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അവൻ പക്ഷേ അവളെ ചുംബനങ്ങൾ കൊണ്ട് പൊതിയുന്ന തിരക്കിലാണ്. ആദ്യേട്ടാ എന്തീ കാണിക്കുന്നത്? വിട്ടേ. പ്രിയ പരമാവധി കുതറി നോക്കുന്നുണ്ട്. അതോടെ അവന്റെ പിടി കൂടുതൽ മുറുകയാണ് ചെയ്തതും. വാതിൽ തുറന്നെടുക്കാണ് കേട്ടോ. ഇന്ന് നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന സാറിന്റെ മാനം പോകുകയെ. കുളിച്ചു വന്നതിന്റെ തണുപ്പും അവനിൽ നിന്ന് ഉയരുന്ന ഹൃദയം തുളഞ്ഞു കയറുന്ന മാസ്മരിക ഗന്ധവും. അകന്നു മാറാൻ ലവലേശം ആഗ്രഹമില്ലാഞ്ഞിട്ടും പ്രിയ കിതപ്പോടെ പറഞ്ഞു. കിടക്കാൻ വരുമ്പോൾ ഡോർ അടച്ചിട്ട് വരണ്ടേ ടീച്ചറെ. അവളുടെ കവിളിൽ അമർത്തി ഉമ്മോഹിച്ചുകൊണ്ട് അകന്നു മാറുമ്പോൾ അവനും വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. അതിനാര് കിടക്കാൻ വന്നു? അവന്റെ ആക്രമണത്തിൽ അഴിഞ്ഞുലഞ്ഞ മുടി വീണ്ടും വാരി കെട്ടിക്കൊണ്ട് പ്രിയ ചുണ്ട് കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഈ അർദ്ധരാത്രിയിൽ നിനക്ക് എന്താ കൃഷ്ണ വേറെ പണി? ആദ്യം അവളെ നോക്കി കണ്ണുരുട്ടി. ഞാനിന്ന് മാളുവിന്റെ കൂടെ കിടന്നോട്ടേന്ന് ചോദിക്കാൻ വന്ന അപ്പോഴാ പ്രിയ പറഞ്ഞു. ഓഹോ, അപ്പൊ അതിനാണ് വന്നല്ലേ? ഞൊടിയിട കൊണ്ട് അവന്റെ മുഖം വാങ്ങുന്ന ഒട്ടൊരു സന്തോഷത്തോടെ പ്രിയ നോക്കിയിരുന്നു. ഇന്നൊരു ദിവസം അവളുടെ മനസ്സൊട്ടും ശരിയല്ല. അതുകൊണ്ടാ. നല്ല കുട്ടിയല്ലേ, പ്ലീസ്. പ്രിയ അവന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു. അല്ലെങ്കിലും സ്വന്തക്കാരെ കിട്ടിയപ്പോ നിനക്കെന്നെ തീരെ മൈൻഡില്ല. ഇപ്പൊ കിടക്കാനും ഞാൻ വേണ്ട. പാതി കളിയായും പാതി അന്നേരം വരെ അവൾ മാളുവിന്റെ കൂടെ ഇരുന്നതിന്റെ പരിഭവമായും ആദ്യം പറയുമ്പോൾ പ്രിയ അവന്റെ രണ്ട് കവിളിലും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കണ്ണിലേക്ക് നോക്കി. ഞാനെങ്ങനെ ചെയ്യും? അവരെക്കാളൊക്കെ വലുതല്ലേ എനിക്ക് എന്റെ ഈ പ്രാണന്. പ്രിയ അലിവോട് ആദിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. കണ്ണടച്ചുകൊണ്ട് ആദ്യം അത് സ്വീകരിച്ചു. ആദ്യേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോണില്ല. പ്രിയ ചിരിയോട് അവനിലേക്ക് ചേർന്നിരുന്നു. ആദ്യേട്ടന്റെ ഇഷ്ടത്തോടെ എന്റെ മോൾ എന്നെ വിട്ടു പോവില്ല. ഒരു നിമിഷം പോലും നീയില്ല നിന്റെ ആദ്യേട്ടനിപ്പോ വയ്യന്റെ കൃഷ്ണ. അതറിയുന്നുണ്ടോ നീ? അത്രമേൽ എന്നിലേക്ക് അലിഞ്ഞു പോയതല്ലേ പെണ്ണേ നീ. ആദ്യം അവളെ നെഞ്ചോട് ചേർത്ത് പുണങ്ങും. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ നീ ഇന്ന് അവൾക്കൊപ്പം വേണം. ഭയത്തേക്കാൾ ആശങ്കയാണ് മാളുവിന്റെ മനസ്സിൽ. അതൊന്ന് മാറ്റിയെടുക്കണം. ഈ അവസ്ഥയിൽ അവളെ സംരക്ഷണം കൊടുത്ത് ചേർത്തെത്താൻ ഷമീറിനേക്കാൾ പറ്റിയ ഒരാളില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മീഡിയയും ജനങ്ങളും അവരുടെ ബന്ധം വളച്ചുപിടിക്കാൻ ഇടവന്ന ഇന്നിപ്പോ പ്രതിപ്പട്ടിയിൽ തിളങ്ങേൽക്കുന്ന അനൂപും ദീപവും നാളെ പുണ്യാളന്മാരാവും. തെറ്റു മുഴുവൻ ഷമീറിനും മാളുവിനും മേൽ പതിച്ചു കൊടുക്കും. ദ്വാമവളെ പോലും വെറുതെ വിടില്ല. കാരണം ഈ ലോകം ഇങ്ങനെയാണ്. ഇവിടെ സത്യത്തിന് നീതിക്കൊന്നും വലിയ വിലയില്ല. ഇതെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കണം. ആദ്യ ഗൗരവത്തോടെ പറഞ്ഞു. ഞാനേ ഇന്നിവിടെ കിടക്കാം, അതാ നല്ലത്. പ്രിയ അവനെ നോക്കി കണ്ണുരുട്ടി. അതെന്താ? ആദ്യ ശരിയോടെ അവളുടെ മുടിയിടകൾ ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് ചോദിച്ചു. അല്ല, ഇത്രയും വലിയൊരു ടാസ്ക് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നിയില്ല. വെറുതെ പോയി റിസ്ക് എടുക്കണ്ടല്ലോ. പ്രിയ വീണ്ടും അവനിലേക്ക് പതുങ്ങിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് പറ്റും കൃഷ്ണ. ആദ്യ അരുമയോട് അവളുടെ കാതിൽ പറഞ്ഞു. നടന്നേനെ. ആദ്യമായിട്ട് ചുമ്മാ മോട്ടീവ് ചെയ്യുക.
പ്രിയ ചുണ്ടു ചുരുക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല എൻ്റെ പെണ്ണെ, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എനിക്ക് ഉറപ്പുണ്ട് നിന്നെ കൊണ്ട് സാധിക്കും. ആദ്യം അവളുടെ നെറ്റിയിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ നിഷേധിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിരുന്ന അവളുടെ മനസ്സും. പോയി കിടന്നോന്നാ, ഇപ്പൊ തന്നെ നേരം വൈകി. ആദ്യം അവളുടെ പിടിവിട്ടു. ആദ്യമായിട്ടും കിടന്നു, പ്രിയ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. കിടക്കാം, പക്ഷെ ഇന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. ആദ്യം അവളെ നോക്കി കണ്ണിയമ്മി. അതെന്താ? നീ കൂടെയില്ലായിട്ട്. ആദ്യം പറഞ്ഞു. പ്രിയയുടെ മുഖം വാങ്ങി. പോയിക്കോ കൃഷ്ണ, ഇന്നൊരു ദിവസം മാത്രം നിന്റെ ആദ്യമായിട്ടനെ അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഒരു കള്ളത്തരം പാഞ്ഞു വന്നു. നാളെ നീ എന്നെ ഉറക്കി തരണം. എന്നും ചെയ്യാറുള്ള പോലെ, അമ്മയെ പോലെ താരാട്ട് മൂടി എന്നെ നെഞ്ചിലേക്ക് ചേർത്ത്. ആദ്യമായിട്ടാ അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങിയവേ നാണം കൊണ്ട് ചുവന്നു പോയ മുഖം ഒളിപ്പിക്കാൻ കഴിയാതെ പ്രിയ വിളിച്ചുപോയി. ഉറക്കെ ചിരിച്ചുകൊണ്ട് ആദ്യം അവളെ വീണ്ടും തന്നിലേക്ക് വലിച്ചു ചേർത്തു. അയ്യോ, ഇതെന്താ ഇവിടെ? നന്ദു ഭയത്തോടെ പിന്നിലേക്ക് ചാടും മുന്നേ സഞ്ജയോടെ വാ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നിലേക്ക് അടക്കി പിടിച്ച്. ഒച്ച വെച്ച ആളെ കൂട്ടാരി പറട്ടെ. ശബ്ദം കുറച്ചുകൊണ്ട് അവൻ കാതിൽ പറയുമ്പോൾ ഇക്ലിയായതുപോലെ അവളൊന്ന് പൊളഞ്ഞു. ആ വിറയിൽ അറിഞ്ഞ പോലെ സഞ്ജയ് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. പേടിച്ചു പോയോ? പിടക്കുന്ന ആ കണ്ണിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവളോട് ചേർന്ന് നിൽക്കുന്നവനും വിറക്കുന്നുണ്ടായിരുന്നു. പതിയെ മൂളുമ്പോൾ അവന്റെ കണ്ണിലെ പ്രണയം താങ്ങാൻ കഴിയാത്ത പോലെ മുഖം കുനിക്കാൻ തുടങ്ങിയ നന്ദുവിന്റെ താടിയിൽ ചൂണ്ടുവിരൽ ചേർത്ത് വെച്ചുകൊണ്ടവൻ അവളെ അതിനനുവദിച്ചില്ല. കല്യാണത്തലേന്ന് ഒളിച്ചു കാണുന്ന വൈബ് നാളെ കിട്ടില്ല. അതുകൊണ്ട് വന്നാ ഞാൻ. എന്റെ ഒടുക്കത്തെ ഏർപിടുത്തം കാരണം ലൈഫിലെ കുറേയേറെ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന്റെ കുറ്റബോധം എനിക്കിപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷവും അതിന്റെ പലിശ പോലെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാൻ നന്ദു ഞാൻ. നന്ദുവിന്റെ മുഖത്ത് കൂടി വിരലഴിച്ചുകൊണ്ട് സഞ്ജു പറയുമ്പോൾ അവനോടുള്ള പ്രണയം വിങ്ങിയ അവളുടെ മിഴികളിൽ ഒരു കരച്ചിലോളം വെട്ടുന്നുണ്ടായിരുന്നു. അതറിഞ്ഞ പോലെ സഞ്ജയ് അവളെ കൂടുതൽ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവനിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പ്രണയമന്ത്രങ്ങൾക്ക് കാതോർത്ത് നിൽക്കവേ അന്നത്തെ രാത്രിയിൽ അവളെ ഏറെ വേദനിപ്പിക്കുന്ന വലിയൊരു നഷ്ടം നന്ദു മനഃപൂർവ്വം മറന്നു കളഞ്ഞിരുന്നു. തൊട്ടു ചേർന്ന് നിന്ന് ഉള്ളിലിരമ്പുന്ന പ്രണയം പറയുന്നവനും അത് തന്നെയായിരുന്നപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നതും. ആദിയുടെ വിശ്വാസം പോലെ തന്നെ മാളുവിന്റെ പുതിയ തീരുമാനത്തിന്റെ തിളക്കത്തോടെയാണ് അന്നത്തെ പുലരി ഉദിച്ചത്. പ്രിയ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അവൾ കരുതിയതിനേക്കാൾ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഒരു പുരുഷൻ കാരണം ജീവിതത്തിന്റെ വർണ്ണങ്ങളെല്ലാം നഷ്ടം വന്നവൾക്ക് മുമ്പിൽ മറ്റൊരു പുരുഷനോടൊപ്പമുള്ള ജീവിതത്തിന്റെ വർണ്ണങ്ങളെ വരച്ച് ചേർക്കുക എന്നത്. മാളുവിന് ഷെമീറിനോട് ഒരുപാട് ഇഷ്ടമുണ്ട്. അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ദോമകളുടെ ഉപ്പ എന്നതിനേക്കാൾ വളർന്നു വലുതായൊരു ഇഷ്ടം തന്നെയുണ്ട്. പക്ഷേ ദീപു അവളുടെ ശരീരത്തിലും മനസ്സിലും ഏൽപ്പിച്ച മുറിവൾക്കുള്ള മരുന്നാണ് ഇനി ഷെമീർ എന്നുള്ളത് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രിയ നന്നായി പാടുപെട്ടു. ഒരിക്കൽ ആരുടെയും സമ്മതമില്ലാതെ എൻ്റെ മാത്രം ഇഷ്ടത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും പുറത്ത് എനിക്കൊട്ടും യോജിക്കാത്ത ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു. അതിൻ്റെ പരിണിത ഫലമായിട്ടുള്ള പൊള്ളലും നീറ്റിലും ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും തീരാത്ത ആശങ്കയോടെ മാളു പ്രിയയുടെ അരികിൽ ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു. എനിക്ക് നല്ല ഭയമുണ്ട് പ്രിയെ. നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിൽ എത്രയോ മുകളിൽ അത് ആ മനുഷ്യനെയോ അദ്ദേഹത്തിനോടൊപ്പമുള്ള ജീവിതത്തെയോ അല്ല. ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഒരുപാട് വേദനകൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഷെമീർക്ക് എൻ്റെ പൊന്നുമോളും ഇനിയും. മനസ്സിലുള്ള വേവലാതി മാളു പ്രിയയോട് പങ്കുവെച്ച്. ഒന്നും ഉണ്ടാവില്ല മാളു, ഷെമീർക്ക് ദീപുമല്ല, അങ്ങനെ ഒരിക്കലും ആവാനും പറ്റില്ല. നിനക്കൊരു ജീവിതം എന്നല്ല, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ മോൾക്ക് നിന്നെ ആവശ്യമുണ്ട്. അങ്ങനെ കരുതിയാൽ മതി. കാരണം ജീവിതത്തിൽ ഇനി എന്ത് വേണമെന്നറിയാൻ നീ പകച്ചുപോയൊരു സമയം നിനക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കിയവരാണ്. അവർക്ക് വേണ്ടി ജീവിതത്തിൽ അവരൊറ്റക്കായി പോവാതിരിക്കാൻ വേണ്ടി തൽക്കാലം നീ അങ്ങനെ കരുതിയേക്ക്. പ്രിയ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. എന്നിട്ടും തെളിയാത്ത മുഖത്തോടെ ഇരിക്കുന്നവളോട് ദോമവളെ പിരിഞ്ഞുകൊണ്ട് എനിക്കിനി ജീവിക്കാൻ കഴിയും എന്നൊരൊറ്റ ചോദ്യം കൊണ്ട് പ്രിയ വിജയം വരിച്ചു. ഇല്ല എന്നത് മാളുവിനെ പോലെ തന്നെ പ്രിയക്കും ഉറപ്പുണ്ടായിരുന്നു. സ്വന്തം മകളായി തന്നെയാണ് മാളു കുഞ്ഞിനെ കാണുന്നതെന്നുള്ള ആ ഉറപ്പിന്റെ പുറത്താണ് അവൾ അത് ചോദിച്ചത്. അമ്മയോട് പറയണം പ്രിയെ, അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ എനിക്കും. വല്ലാത്തൊരു ഇടർച്ചയിൽ മാളൂത് പറയുമ്പോൾ ഏതൊക്കെ ഓർമ്മകൾ കൊണ്ട് അവിടെ നെഞ്ചിലൊരു കരച്ചിലിരമ്പി. പ്രിയക്ക് ഓടിപ്പോയി ആദ്യയോട് ആ സന്തോഷം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് പോയാൽ പിന്നെ തന്നെ അവൻ തിരികെ വിടില്ലെന്നോർത്ത് അവളൊരു ചിരിയോടെ മാളുവിന്റെ അരികിലേക്ക് ചാഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.